പഞ്ചായത്ത് പ്രസിഡന്റ്, പഞ്ചായത്ത് സെക്രട്ടറി, അസിസ്റ്റന്റ് എഞ്ചിനീയർ, വാർഡ് മെമ്പർ ഇവരെല്ലാവരും സമാധാനം പറയേണ്ടി വരും. വഴിയോര വിശ്രമകേന്ദ്രം പറയാൻ കഴിയില്ല. കാരണം എന്താണോ, ആ ബാത്റൂമിന്റെ ഡോറുണ്ടെങ്കിലും അതിന് ലോക്ക് പോലും ഇല്ല. ലോക്ക് ഇല്ലാത്ത രീതിയിലാണ്. പുറത്തുള്ള ആളുകൾ രണ്ടാൾ കൊണ്ടുവരും, ഒരാൾ തള്ളി പിടിക്കേണ്ടി വരും, ഇവിടെ അല്ലെങ്കിൽ ഇവിടെ ആളുണ്ടെന്ന് പറയേണ്ടി വരും. ആ കണ്ടീഷനിലാണ്. പിന്നെ രാത്രി ആയി കഴിഞ്ഞാലും ഒരു 4 മണി 5 മണി ആയി കഴിഞ്ഞാൽ പിന്നെ അത് അടച്ചു കൂട്ടി പോവാണ്. ഒരു യാത്രക്കാരൻ വന്നു കഴിഞ്ഞാൽ ഒരു മൂത്രമൊഴിക്കാൻ പറ്റില്ല. എവിടെ സ്ഥലം ഞങ്ങളോട് ഒന്ന് ചോദിക്കാം. അപ്പൊ അതുപോലത്തെ ഒരു അവസ്ഥകളാണ് ഇവിടെ. തിരുവമ്പാടി പഞ്ചായത്തിലെ വഴിയോര വിശ്രമ കേന്ദ്രം 2022 ഏപ്രിൽ മാസത്തിൽ പണി ആരംഭിച്ച് 2025 ജനുവരിയിൽ ഉദ്ഘാടനം ചെയ്ത ടേക്ക് എ ബ്രേക്ക് ഏതാണ്ട് പണി കഴിഞ്ഞ് 2-3 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഓരോരോ സാധനങ്ങൾ ടാപ്പായിട്ടും ഡോറായിട്ടും ഡോറിന്റെ ഹാൻഡിലായിട്ടും ഒക്കെ വിട്ടുപറഞ്ഞ് ഉപയോഗശൂന്യമായി കിടക്കുകയാണ്. നാളിതുവരെയായി ഇപ്പോൾ ഏതാണ്ട് ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഏതാണ്ട് 6 മാസം. ഇത്രയും നാളായിട്ടും ഉത്തരവാദിത്തപ്പെട്ട ഒരാളും ഇത് കണ്ട ഭാവം നടിക്കുന്നില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം ടൗൺ വാർഡിന്റെ വികസന മുരടിപ്പിനെതിരെ ഒരു ജാഥ നടത്തിയിരുന്നു. അതിൽ ഈ വിഷയം ഞങ്ങൾ അവതരിപ്പിച്ചതാ. അതിനുശേഷവും ഇതുവരെ ഒരു ശ്രദ്ധയും അതിലുണ്ടായതായിട്ട് കാണുന്നില്ല. അതായത് ജെൻസിന് കോർണൽ ഫിറ്റ് ചെയ്തിരിക്കുന്നത് അത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. ഒരു പാർട്ടീഷൻ പോലും ചെയ്യാതെ നഴ്സറി കുട്ടികൾക്ക് പോലും ഇത്തരത്തിൽ ഇന്ന് ആരും ചെയ്യലില്ല. സാമാന്യ ബോധവും യുക്തിയുമുള്ള എഞ്ചിനീയറോ കരാറുകാരനോ പഞ്ചായത്ത് പ്രസിഡന്റോ അല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പറോ ഇവരാരും ഇത് ശ്രദ്ധിച്ചില്ല എന്ന് പറയുന്നത് വളരെ നിരുത്തരവാദപരമായ കാര്യമാണ്. ഈ വാർഡിലെയും നാട്ടിലെയും വോട്ട് ചെയ്ത് ജയിപ്പിച്ച ജനങ്ങളോടുള്ള വെല്ലുവിളിയായിട്ട് വേണം ഇത് കാണാൻ. കാരണം ഇത്രമാത്രം മോശമായ രീതിയിൽ ഉള്ള സാധനങ്ങൾ ഉപയോഗിച്ച് പണി ചെയ്തു എന്നുള്ളത് പഞ്ചായത്തിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ സമാധാനം പറയേണ്ട കാര്യം കൂടിയാ. കാരണം ഇത്രയും നാളായിട്ട് ഇതിങ്ങനെ കിടന്നിട്ടും ഇത് ശ്രദ്ധിച്ചില്ല. പഞ്ചായത്ത് പ്രസിഡന്റ്, പഞ്ചായത്ത് സെക്രട്ടറി, അസിസ്റ്റന്റ് എഞ്ചിനീയർ, വാർഡ് മെമ്പർ ഇവരെല്ലാവരും സമാധാനം പറയേണ്ടി വരും. ഒരാഴ്ചയ്ക്കുള്ളിൽ ഈ വിഷയം പരിഹരിച്ചില്ലെങ്കിൽ ബഹുജനങ്ങളെ ആകെ സംഘടിപ്പിച്ച് പ്രക്ഷോഭം ആരംഭിക്കും. ഉത്തരവാദിത്തപ്പെട്ട സ്ഥലങ്ങളെല്ലാം പരാതി നൽകും. ഇതിന് മറുപടി പറയേണ്ടി വരും എന്ന് മാത്രം സൂചിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.